കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലമാണ് ആറ്റിങ്ങൽ. മന്ത്രിയും എംപിയും എംഎൽഎയും നേർക്കുനേർ വരുമ്പോൾ ആറ്റിങ്ങൽ സാക്ഷ്യം വഹിക്കുന്നത് ത്രികോണ പോരാട്ടം. കോൺഗ്രസിന് മണ്ഡലത്തിൽ വിജയിക്കാനായത് അടൂർ പ്രകാശിലൂടെയാണ്. മണ്ഡലം നിലനിർത്താൻ UDF ഇത്തവണയും രംഗത്തിറക്കിയിരിക്കുന്നത് അടൂർ പ്രകാശിനെ. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കല MLAയുമായ V ജോയിയാണ് LDF സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിലുണ്ടാക്കിയ വോട്ട് നേട്ടം വിജയത്തിലെത്തിക്കാനാണ് കേന്ദ്രമന്ത്രി V മുരളീധരനെ BJP മത്സരിപ്പിക്കുന്നത്. വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. കോൺഗ്രസിനായി വർഷങ്ങൾക്കു ശേഷം മണ്ഡലം പിടിച്ച അടൂർ പ്രകാശിൽ പാർട്ടി പൂർണ്ണമായി വിശ്വാസമർപ്പിച്ചിരിക്കുന്നു. അടൂർ പ്രകാശിന്റെ ജനപിന്തുണ വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷ. അടൂർ പ്രകാശ് മണ്ഡലത്തിലെത്തിയതോടെ പാർട്ടിയിലെ തർക്കങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ടുണ്ട്. ജാതീയ ഘടകങ്ങളും അനുകൂലമാണ്. ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിക്കാനെത്തിയ അടൂർ പ്രകാശ് CPMലെ A സമ്പത്തിനെ പരാജയപ്പെടുത്തിയപ്പോൾ LDF കോട്ടയെന്ന മണ്ഡലത്തിന്റെ പേരാണ് തകർന്നു വീണത്. മണ്ഡലത്തിനു പുറത്തു നിന്നുള്ള ആളെന്ന പേര് മാറ്റി മണ്ഡലത്തിലൊരാളാകാൻ അടൂർ പ്രകാശിന് സാധിച്ചിട്ടുണ്ടെന്ന് പ്രവർത്തകർ പറയുന്നു. ദേശീയപാത വികസനമടക്കം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രചാരണം. ആറ്റിങ്ങൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ആരെന്ന ചോദ്യത്തിന് മറുപടിയായാണ് V ജോയിയെ CPM മത്സരിപ്പിക്കുന്നത്. വർക്കല നിയമസഭാ മണ്ഡലം പിടിച്ചെടുത്ത ചരിത്രം ജോയിക്ക് കരുത്തായുണ്ട്. ആറ്റിങ്ങൽ, ചിറയൻകീഴ്, വർക്കല മണ്ഡലങ്ങളിലെ ഏറെ വ്യക്തിപരമായുള്ള ആളാണ് പ്രവർത്തകരുടെ ജോയ് അണ്ണൻ. ആർക്കും സമീപിക്കാൻ കഴിയുന്ന നേതാവ്. വർക്കലയിൽ നടപ്പിലാക്കിയ വികസനങ്ങളും LDF സർക്കാരിന്റെ വികസന പദ്ധതികളുമാണ് പ്രചാരണായുധം. CPM ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റ മാസങ്ങൾക്കു ശേഷമാണ് ജോയ് ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയാകുന്നത്. കഴിഞ്ഞ തവണ BJPക്കായി മത്സരിച്ചത് ശോഭാ സുരേന്ദ്രനാണ്. ശബരിമല വിഷയം കത്തിനിൽക്കുന്ന കാലമായതിനാൽ വോട്ട് വിഹിതത്തിലും വർധനയുണ്ടായി. മുൻ തിരഞ്ഞെടുപ്പിൽ S ഗിരിജകുമാരി നേടിയ 90,528 വോട്ടുകൾ ശോഭ 2,48,081 വോട്ടായി ഉയർത്തി. ഇതോടെ BJP മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു. കേന്ദ്രമന്ത്രി V മുരളീധരനെ മത്സരിപ്പിക്കുന്നതും കടുത്ത മത്സരം കാഴ്ചവെക്കാനാണ്. ദേശീയപാത വികസനമടക്കമുള്ള കാര്യങ്ങളും കേന്ദ്ര പദ്ധതികളും മുൻനിർത്തിയാണ് BJPയുടെ പ്രചാരണം.